നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മനസ്സിലാകുമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. അഴിമതിയിൽ മുങ്ങിയ പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടുക എന്ന മുദ്രാവാക്യമുയർത്തി ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ഈ മാസം 13 ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. പല തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ അധ്യാപകരും അവരോടൊപ്പം അനധ്യാപകരും ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി. മണ്ണഞ്ചേരി സ്കൂളിൽ 1960 മുതൽ 2024 വരെ പഠിപ്പിച്ച അധ്യാപകരും അനധ്യാപകരുമാണ് ഒത്തുചേരലിൽ പങ്കാളികളായത്. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിരുദദാന ചടങ്ങ് ഈ മാസം 5 നടക്കുമെന്ന് കോളേജ് അധികൃതർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ 3ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 5-6 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കാരുണ്യ കേരളത്തിനായി ആൽഫ പാലിയേറ്റീവ് കെയർ എന്ന മുദ്രാവാക്യവുമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മനസ്സിലാകുമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. അഴിമതിയിൽ മുങ്ങിയ പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടുക എന്ന മുദ്രാവാക്യമുയർത്തി ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണെന്ന് മനസ്സിലാകുമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. അഴിമതിയിൽ മുങ്ങിയ പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടുക എന്ന മുദ്രാവാക്യമുയർത്തി ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കണം, അതോടൊപ്പം തന്നെ LDF സർക്കാർ പുതിയ ജനവിധി തേടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കാരണം ഇന്ന് കേരളം ഒരു അധോലോക കേന്ദ്രമായിട്ട് അധപ്പതിച്ചു എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി സമ്മതിക്കുന്നു, ഭരണപക്ഷത്തുള്ള MLA സമ്മതിക്കുന്നു, എല്ലാവരും സമ്മതിക്കുകയാണ്. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണം നാം വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എല്ലാ കേസുകളിലും ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിന് സമീപം നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണയിൽ ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, ദേശീയ നിർവാഹക സമിതി അംഗം വെള്ളിയാങ്കുളം പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ഈ മാസം 13 ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വെള്ളിയാഴ്ച രാവിലെയോടെ കൊടിയേറ്റ് കർമ്മങ്ങൾ നടന്നത്. കൊടിയേറ്റ് ദിവസം പുലർച്ചെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം എന്നിവയും നടത്തിയിരുന്നു. കൊടിയേറ്റ് ചടങ്ങിന് ശേഷം നടന്ന കൊടിയേറ്റ് സദ്യയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തിഗാനമേള, നൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, തിരുവാതിര, കൈകൊട്ടിക്കളി അടക്കം വിവിധ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒക്ടോബർ 13 ഞായറാഴ്ച ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. പല തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ അധ്യാപകരും അവരോടൊപ്പം അനധ്യാപകരും ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി മാറി.
മണ്ണഞ്ചേരി സ്കൂളിൽ 1960 മുതൽ 2024 വരെ പഠിപ്പിച്ച അധ്യാപകരും അനധ്യാപകരുമാണ് ഒത്തുചേരലിൽ പങ്കാളികളായത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പല തലമുറകൾക്ക് അറിവും ആത്മവിശ്വാസവും പകർന്നു നൽകിയ അധ്യാപകരും അനധ്യാപകരും ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1960 മുതൽ 2024 വരെ പഠിപ്പിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്നേഹസംഗമത്തിൽ 100-ലേറെ പേരാണ് പങ്കാളികളായത്. 90 വയസ്സുള്ള മുൻ അധ്യാപകൻ NK കുമാരൻ മുതൽ 2024 മണ്ണഞ്ചേരി സ്കൂളിൽ നിന്നും പ്രഥമാധ്യാപികയായി വിരമിച്ച MK സുജാത കുമാരി വരെയുള്ളവരുടെ സാന്നിധ്യമാണ് ഒത്തുചേരലിനെ വേറിട്ട അനുഭവമാക്കി തീർത്തത്. കവിത ചൊല്ലിയും വിദ്യാലയ ഓർമ്മകൾ പകർന്നും മണിക്കൂറുകളോളം അവർ സ്കൂൾ മുറ്റത്ത് ചിലവഴിച്ചു. വിരമിച്ച അധ്യാപകരുടെ ചിത്രങ്ങൾ ചേർത്ത് സുവനീറും കൂട്ടായ്മയുടെ ഭാഗമായി തയ്യാറാക്കി. പഠിപ്പിച്ച വിദ്യാലയത്തിന് ധനസഹായം നൽകി മാതൃക കാട്ടാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന അധ്യാപകർ വരെ സംഗമത്തിൽ പങ്കാളികളായി. മുൻ അധ്യാപകനും ബാലസാഹിത്യകാരനുമായ മുഹമ്മദ് രവീന്ദ്രനാഥ് രക്ഷാധികാരിയും മനോഹരൻ നന്ദികാട് ചെയർമാനും ഭുവനേന്ദ്രൻ ജനറൽ കൺവീനറുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹസംഗമം ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം റിയാസ് സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണഞ്ചേരി സ്കൂളിൽ നിരന്തരം റീയൂണിയൻ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ PTA തീരുമാനിച്ച് ഈ റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ റീയൂണിയൻ നടത്തുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത്. തൊട്ടടുത്ത് ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ ഈ റീയൂണിയൻ സ്കൂളിനകത്ത് വെച്ച് നടത്തേണ്ടതില്ല എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. അപ്പം നിരന്തരം റീയൂണിയനുകൾ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ടാണ് ആളുകളെല്ലാം അതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് രവീന്ദ്രനാഥ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്നേഹസംഗമം സുവനീർ NK കുമാരൻ നൽകി പ്രകാശനം ചെയ്തു. സുരേഷ് ബാബു വാഴോത്ത് അനുസ്മരണം നടത്തി. ചെയർമാൻ മനോഹരൻ നന്ദികാട്, സ്കൂൾ പ്രഥമ അധ്യാപിക K ഹഫ്സ, KD രവി, PG വേണു, PTA പ്രസിഡന്റ് CH റഷീദ്, പഞ്ചായത്ത് അംഗം നവാസ് നൈന, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി TA അലിക്കുഞ്ഞാശാൻ, TA സ്റ്റാൻലി, ജനറൽ കൺവീനർ ഭുവനേന്ദ്രൻ, KM വിദ്യാസാഗർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിരുദദാന ചടങ്ങ് ഈ മാസം 5-ന് നടക്കുമെന്ന് കോളേജ് അധികൃതർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിരുദദാന ചടങ്ങ് ഈ മാസം 5-ന് നടക്കുമെന്ന് കോളേജ് അധികൃതർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2008 ആരംഭിച്ച പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ഗ്രാജുവേഷൻ സെറിമണി ആദ്യമായി ഈ വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഒക്ടോബർ 5-ാം തീയതിയാണ് നമ്മുടെ ക്യാമ്പസിലെ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നത്. ചടങ്ങിൽ നമ്മൾ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് IIIT, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം, അവിടെ ഡയറക്ടറായ ഡോക്ടർ രാജീവ് V ധരാസ്കർ സാറാണ്. സാറിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ മുഖ്യാതിഥികളായി നമ്മളുടെ ചടങ്ങിനെ ആശംസിക്കുവാൻ വേണ്ടി എത്തുന്നത് കേപ്പിൻ്റെ ഡയറക്ടറായ ഞങ്ങളുടെ കേപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ താജുദ്ദീൻ സാറുണ്ട്, ഡോക്ടർ താജുദ്ദീൻ. ആൻഡ് അതിൻ്റോടൊപ്പം തന്നെ KTUവിൻ്റെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അതിൻ്റെ കീഴിലാണ് നമ്മളുടെ ഈ കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. KTUവിൻ്റെ ഡീൻ അക്കാഡമിക്സ് ആയ ഡോക്ടർ വിനു തോമസ് സാറും ഈ ചടങ്ങിൽ. എഞ്ചിനീയറിംഗ് കോളേജ് ഇൻഡോർ ഹാളിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ കോട്ടയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡയറക്ടർ രാജീവ് ധരാസ്കർ മുഖ്യാതിഥിയാകും. കേപ്പ് ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ, KTU ഡീൻ ഡോക്ടർ വിനു തോമസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൻ V വർഗീസ്, പ്രൊഫസർമാരായ സ്മിത M ജാസ്മിൻ, N സുരേഷ് കുമാർ, M ഷംനാഥ് തുടങ്ങിയവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ 3ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 5, 6 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കേരള സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ 3ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 5, 6 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ സമ്മേളനം ഏറ്റവും ദുർബലരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ തൊഴിലാളികളുടെ ഒരു സമ്മേളനമാണ്. ഉടുതുണിക്കും മറുതുണിയില്ലാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ പടാപാടുപെട്ടിരുന്ന ഒരു വിഭാഗത്തെ
ഭോജനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5-ാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ MP-യുമായ സഖാവ് CS സുജാതയാണ്. ആലപ്പുഴ റൈബാൻ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MP-യുമായ CS സുജാത ഉദ്ഘാടനം ചെയ്യും. 6-ന് നടക്കുന്ന പൊതുസമ്മേളനം CITU സംസ്ഥാന പ്രസിഡന്റ് CP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. M സുനിൽകുമാർ, RV ഇക്ബാൽ, PK ഫൈസൽ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കാരുണ്യ കേരളത്തിനായി ആൽഫ പാലിയേറ്റീവ് കെയർ എന്ന മുദ്രാവാക്യവുമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കാരുണ്യ കേരളത്തിനായി ആൽഫ പാലിയേറ്റീവ് കെയർ എന്ന മുദ്രാവാക്യവുമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെയും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ SSPയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം മുതൽ വയനാട് വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന വാക്കത്തോണിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും പരിപാടി സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് മുഹമ്മദ് അൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാവർക്കും അറിയാം, ആൽഫ പാലിയേറ്റീവ് കെയർ എന്ന രീതിയിൽ ഈ സംസ്ഥാനത്ത് അകത്തും പുറത്തും ഒക്കെയായി നിരവധിയായ രോഗികൾക്ക് സ്വാന്തന പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ആൽഫ. അത് ഇന്ന അസുഖമൊന്നുമില്ല, ഏത് കിടപ്പിലായ രോഗികൾക്കും അതോടൊപ്പം തന്നെ നിരവധിയായ അസുഖങ്ങൾക്കും അവരെ ഭേദമാക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം തന്നെ ആ വീട്ടുകാരിൽ ഒരാളായി മാറിക്കൊണ്ടെന്നാണ് ആൽഫ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. അത് ഏത് തരത്തിലുള്ള വിഷയങ്ങളിലായാലും ഏർപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സ്വാന്തന പരിപാലനം എന്ന രീതിയിൽ ഈ സംസ്ഥാനത്തിനകത്തും പുറത്തും ആൽഫയുടെ പങ്കാളിത്തം വളരെ വലുതാണ്. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂറുദ്ദീൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ സനായസ് ബിജു ചടങ്ങിന് സ്വാഗതവും വിഷൻ 2010 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ബാലമുരളി നന്ദിയും പറഞ്ഞു. EMS സ്റ്റേഡിയത്തിൽ സമാപിച്ച വാക്കത്തോണിനെ തുടർന്ന് നടത്തിയ സെമിനാറിൽ ആൽഫ പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മനസ്സിലാകുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. അഴിമതിയിൽ മുങ്ങിയ പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടുക എന്ന മുദ്രാവാക്യമുയർത്തി BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ഈ മാസം 13-ന് ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. പല തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ അധ്യാപകരും അവരോടൊപ്പം അനധ്യാപകരും ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി. മണ്ണഞ്ചേരി സ്കൂളിൽ 1960 മുതൽ 2024 വരെ പഠിപ്പിച്ച അധ്യാപകരും അനധ്യാപകരുമാണ് ഒത്തുചേരലിൽ പങ്കാളികളായത്. പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിരുദദാന ചടങ്ങ് ഈ മാസം 5-ന് നടക്കുമെന്ന് കോളേജ് അധികൃതർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ 3ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 5-6 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കാരുണ്യ കേരളത്തിനായി ആൽഫ പാലിയേറ്റീവ് കെയർ എന്ന മുദ്രാവാക്യവുമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.